ഹലോ മോളെ, മോളെ നീ ഇത് എവിടെയാ? അമ്മേ, ഇന്റർവ്യൂ കഴിഞ്ഞില്ല അമ്മേ. ഇവിടെ എംറ്റി സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഇന്റർവ്യൂ 2 ദിവസം കഴിയും. ഇന്നെനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നീ ഇന്ന് എവിടെയാ തങ്ങുന്നേ? ഇവിടെ അടുത്തെൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട്, അവിടെ തങ്ങാന്നാണ് വിചാരിക്കുന്നത്. മോള് സൂക്ഷിക്കണം. മോളിങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് സഹിക്കുന്നില്ല. ശരി അമ്മ, അമ്മ എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നു. ഹലോ ദേവിക, പറയണം. ഞാനൊരു മീറ്റിംഗിലായിരുന്നു, അതാ ഫോൺ എടുക്കാത്തത്. ആ പിന്നെ ഇന്നിപ്പോൾ എത്ര സമയമായില്ലേ? നമുക്ക് നാളെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ തൽക്കാലം ഏതെങ്കിലും ഒരു ലോഡ്ജ് എടുത്ത് താമസിക്ക്. പറഞ്ഞ 1,00,000 രൂപ തരാൻ പറ്റില്ല, ഒരു 80,000 രൂപ തരാം. ഇതിനെതിരെ മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം. എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ശരീരത്തിൻ്റെ ഒരു അവയവം വിൽക്കുന്നുവെന്ന് ഞാൻ അമ്മയോട് എങ്ങനെയാ പറയുന്നത്? അളിയാ, നീ വണ്ടി വള അളിയാ. അമ്മ ആശുപത്രിയിലല്ലേ അളിയാ? നമുക്ക് അവിടെ വരെ പോയിട്ട് രാവിലെ എന്തെങ്കിലും ചെയ്യും. എന്ത് കുറെ നേരം ആയല്ലോ ഇവിടെ കിടന്ന് കറങ്ങണ്? വീട്ടിൽ പോകാൻ സമയമായില്ലേ? ഇവിടെ അടുത്തെവിടെയെങ്കിലും താമസിക്കാൻ പറ്റിയ ഒരു ലോഡ്ജ് ഉണ്ടോ? അല്ല, വീട്ടിൽ പോകാൻ ഉദ്ദേശമൊന്നും ഇല്ലേ? നാളെ എനിക്കൊരു ആവശ്യമുണ്ട്, അപ്പോൾ എനിക്കിവിടെ തങ്ങിയേ പറ്റൂ. ഈ ഏരിയ അത്ര ശരിയല്ല. 100 രൂപ തന്നാ ലോഡ്ജിൽ കൊണ്ടാക്കാം. വേണ്ട ചേട്ടാ, ഞാൻ നടന്നു പോയിക്കോളാം. ഇത് വേണോടാ? വേണ്ടാത്തത് നീ തലപ്പാടി ആടി. പോവല്ലേ? അയ്യാ അയ്യാ, പെണ്ണ് ഊതുക്കോ.
പ്രശ്നമാവോടാ ഇത്? ഒരു പ്രശ്നവുമില്ല. നമ്മളൊന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അളിയ, ഇതെങ്ങാനും പ്രശ്നമായ എൻ്റെ അമ്മ. എടാ പറഞ്ഞോലെ ഇന്നല്ലേ നിന്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ? ശരിയാണല്ല, ഞാൻ മറന്നു. അനിയത്തി വിളിച്ചേക്കുന്നടാ, 18 മിസ് കോളായി. ഹലോ 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 ചേട്ടാ, ഇത് എവിടെയാ ചേട്ടാ? ചേട്ടാ, അമ്മയ്ക്ക് ഭയങ്കര സീരിയസാ. എനിക്ക് എന്ത് ചെയ്യേണ്ടേന്നേ അറിഞ്ഞൂടാ. ചേട്ടൻ ഇത് എവിടെയാ നിൽക്കുന്നേ? അശോക് ഏട്ടനില്ലേ അവിടെ? അശോകേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ചേട്ടനൊന്ന് വേഗം വാ. അളിയ, ആകെ പ്രശ്നമായടാ. അമ്മയ്ക്ക് സീരിയസ് ആയി. കിഡ്നി കൊടുക്കാൻ പറഞ്ഞ ആള് വരെ എത്തിയിട്ടില്ല. അശോകനെ വിളിക്ക്. ഹലോ അശോകേട്ടാ, അശോകേട്ടാ, ഞാൻ എന്തായി കേൾക്കണേ? ശരി, നമ്പർ വാട്സപ്പ് ചെയ്യാം. ആളിവിടെ എത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞേ. നമ്പർ വാട്സപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ പോയി ചേട്ടാ. എന്റെ അമ്മ പോയി. ഞാൻ കൊന്നു. ഞാൻ കൊന്നു. ഞാൻ ലഹരി. ഞാനൊരു വിപത്താണ്. മനുഷ്യ മനസ്സിനെ കാർന്നു തിന്നുന്ന മഹാവിപത്ത്. സ്വയം നശിപ്പിക്കുന്നതോടൊപ്പം മറ്റുള്ളതിനെ നശിപ്പിക്കുന്ന തീനാളമായി ഞാൻ മാറുമ്പോൾ അതോടൊപ്പം എരിഞ്ഞടങ്ങുന്നത് ആരോ എറിഞ്ഞു തന്ന നിന്റെയൊക്കെ ജീവിതമാണ്. ഞാൻ ലഹരി. ഓർക്കുക, ഞാനൊരു വിപത്താണ്, മഹാവിപത്ത്.